കൂട്ടുകാരെ, ഇന്ന് നമുക്ക് എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ. പ്രത്യേകിച്ച് നമ്മൾ 30-35 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കും തൈറോയിഡ് പ്രശ്നം, ഹോർമോണ്, സ്ട്രെസ്സ്, ഇതൊക്കെ കാരണം നമ്മളെ മുടി നമ്മൾ ശ്രദ്ധിക്കുന്നുമില്ല, മുടി അങ്ങ് കൊഴിയുകയും ചെയ്യുന്നു. അപ്പോൾ അതിനായിട്ട് യൂസ്ഫുള്ളായിട്ട് 1-2 ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഡെയിലി തല നനയ്ക്കുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്ന്, ഇതെല്ലാം എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, എൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രൂഫും കാര്യങ്ങളൊന്നുമില്ല, എൻ്റെ അനുഭവത്തിൽ നിന്ന് ഡെയിലി തല കുളിക്കുന്നത് കൊണ്ട് നമ്മുടെ മുടി കൊഴിച്ചിൽ കൂടത്തേ ഉള്ളൂ. നമ്മളൊരു 7 ദിവസം ഉണ്ടെങ്കിൽ ഇടവിട്ടൊന്ന് കുളിച്ച് നോക്കുക. അപ്പോൾ കുളിക്കുമ്പോൾ ഞാനൊരു ടിപ്പ് പറഞ്ഞു തരാം. ഒരു ചെറിയൊരു വീട്ടിലെ നുറുങ്ങു വിദ്യ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അത് നിങ്ങൾ യൂസ് ചെയ്തിട്ട് തലയിലൊന്ന് തേച്ച് നോക്കും. നിങ്ങൾ എൻ്റെ മുടി കണ്ടോ, നിങ്ങൾ എപ്പം തന്നെ ഇങ്ങനെ വിരിച്ച് നോക്കിയാലും ഒരൊറ്റ മുടി പോലും നിങ്ങൾക്ക് കിട്ടത്തില്ല. മുടി കൊഴിയാറേ ഇല്ല. കൊഴിയും. ചിലപ്പം നമ്മൾ 2 ദിവസം കഴിഞ്ഞ് അതിന് മുന്നേ കുളിക്കുമ്പോൾ ചിലപ്പം നമ്മൾ ഇങ്ങനെ ഇതൊക്കെ തേക്കുമ്പോൾ ചെറുതായിട്ട് 1-2 പീസ് പോകും. അല്ലാതെ എനിക്ക് മുടി കൊഴിച്ചിലെന്ന് പറയുന്ന കാര്യമേ ഇല്ല. പണ്ടാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും, തടയിൽ എവിടെ നോക്കിയാലും എൻ്റെ തലമുടിയാണെന്ന് പറഞ്ഞൊരു കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ ഇപ്പം ആ മുടി കൊഴിച്ചിലെന്ന് പറയുന്നൊരു പ്രശ്നമേ എനിക്കില്ല. അപ്പം നമ്മൾ എന്നാണ് കുളിക്കുന്നത്, ആ കുളിക്കുന്ന ദിവസം നിങ്ങൾ ഈ ടിപ്പ് യൂസ് ചെയ്ത് കുളിച്ചാൽ നല്ല എൻ്റെ മുടി കണ്ട നല്ല മിനുസമായിട്ടിരിക്കും, നല്ല തുടങ്ങുമ്പോൾ നല്ല സോഫ്റ്റായിട്ടിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെണ്ടയ്ക്ക കഴുകിയിട്ട് ചെറിയ 2-3 പീസാക്കി എടുക്കുക. പീസാക്കി എടുത്തിട്ട് ചൂട് വെള്ളത്തിനകത്ത് ഈ വെണ്ടയ്ക്ക അങ്ങോട്ട് ഇടുക. എന്നിട്ട് ഈ ചൂട് വെള്ളത്തിൻ്റെ ഒപ്പം തന്നെ ഈ വെണ്ടയ്ക്ക രണ്ടും കൂടെ കിടന്ന് തിളയ്ക്കുന്ന ആ വെണ്ടയ്ക്കയും ആ വെള്ളം എടുത്ത് മാറ്റി വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ മിക്സിയിലെ ജാറിലിട്ടൊന്ന് അടിച്ചിട്ട് അതങ്ങ് മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിയില്ലേ, പച്ചരി പൊടിച്ച, നമ്മളെ ഇടിയപ്പത്തിൻ്റെ അരി ആയിരിക്കും ബെസ്റ്റ്. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ അരി കുറച്ച് വെള്ളത്തിനകത്ത് മിക്സ് ചെയ്തിട്ട് ഈ ആ വെണ്ടയ്ക്കയുടെ മിശ്രിതത്തിനകത്ത് മിക്സ് ചെയ്തെടുത്ത് അരിച്ചിട്ട് നമ്മുടെ തലയിൽ ഇങ്ങനെ തലയോട്ടിയിൽ ഇങ്ങനെ ആക്കി തേക്കുക. എവിടെ തേച്ചാലും നല്ലതാണ്, കാരണം അത് നാച്ചുറലേ. ഈ വെണ്ടയ്ക്ക എന്ന് പറയുന്നത് കെരാറ്റിൻ എന്ന് പറയുന്ന സാധനം അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ ചെയ്യുന്ന അവരെന്തുവാ ചേർക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. ഇതാകുമ്പോൾ നാച്ചുറലുമാണ്, നല്ല പ്രൂഫാണ്. നിങ്ങൾ എൻ്റെ മുടിയൊന്ന് നോക്കിയാൽ, ഞാൻ ഇപ്പം അത് തേച്ച് കുളിച്ചിട്ടിരിക്കുക. എന്ത് മിനുസാണെന്നറിയാമോ? നല്ല നിങ്ങൾ മുടി കൊഴിച്ചിൽ ഒരുവിധം പരമാവധി കുറയും. പിന്നെ മുട്ടയൊക്കെ തേക്കാൻ നല്ലതാണെന്നാണ് ചില പറയുന്നത്. പിന്നെ അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും ഒക്കെ അല്ലേ. പിന്നെ വേറൊരു കാര്യം ഞാൻ നിങ്ങൾ പറയാം, നിങ്ങൾ ഷാമ്പു തലയിൽ തേക്കുന്ന എല്ലാവരും തലയിൽ ഷാമ്പു തേക്കുന്നവരായിരിക്കും. നമ്മൾ ഷാമ്പു തലയിൽ തേക്കുമ്പോഴത്തേക്ക് ഒരു വലിയൊരു മഗ്ഗിനകത്ത് വെള്ളം എടുത്ത് ഒരു 2-3 ഡ്രോപ്പ് ഷാമ്പു ഇട്ട് കലക്കിയിട്ട് വേണം തേക്കാൻ. അല്ലാതെ ഷാമ്പു ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യരുത്. അങ്ങനെയുള്ള യൂസ് ചെയ്തേ ചെറുത്. എപ്പോഴും നമ്മൾ ഷാമ്പു എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ തലയ്ക്ക് കേടുള്ള സാധനമാണ്. പിന്നെ ഞാൻ നിങ്ങളെപ്പോലെ ഈ സ്ട്രെയിറ്റനിങ്ങും കളറിങ്ങും ഒക്കെ ചെയ്ത് എൻ്റെ മുടി ആകെ ഖറാബായി ഇരിക്കുമായിരുന്നു. എന്തായാലും ഇത് ചെയ്തിപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് സ്ട്രെയിറ്റനിങ് ചെയ്യാനുള്ളവരാണെങ്കിലും നമ്മൾ മുടി വളർന്ന് കുറച്ച് ഇടതൂർന്ന മുടിയൊക്കെ ആകുമ്പോൾ സ്ട്രെയിറ്റനിങ് ചെയ്താലും ഒരു ഭംഗിയല്ലേ. അപ്പം ഇത് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് പരീക്ഷിച്ച് നോക്കുക. ഓക്കെ, എൻ്റെ മുടി നോക്കേ, ഒരൊറ്റ മുടി പോലും പൊഴിഞ്ഞിട്ടില്ല. നിങ്ങളെൻ്റെ കയ്യിലോട്ട് നോക്കേ, അല്ല നിങ്ങൾ മുമ്പ് വെച്ച് ഞാൻ കാണിച്ചു തരാം. നോക്കാം, ഒരൊറ്റ മുടി പോലും എൻ്റെ കയ്യിലില്ല. കണ്ടോ? ഇതൊരു പ്രൂഫായിട്ടിരുന്ന് നിങ്ങളിത് ചെയ്ത് നോക്കുക. ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്.